ഹലോ, ആദ്യം തന്നെ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ വക ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മധുരം കഴിച്ച് അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബനാന ഹൽവ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 പഴുത്ത നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം, അതായത് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരിക. അപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വേറൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ പഴത്തിൻ്റെ ബാറ്റർ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം. ഇത് നമ്മൾ അടുത്ത് ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ, ഒരു 5 ബെല്ലത്തിൻ്റെ അച്ച് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ശർക്കര പാനിയാക്കി എടുക്കണം. അപ്പോൾ അതവിടെ പാനിയാക്കി നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. 5 ബെല്ലത്തിൻ്റെ അച്ച് മാത്രം മതി. അപ്പോൾ നമ്മൾ പഴം കുറുക്കി ഈ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇനിയും ആവണം, അതായത് ഈ പാനിൽ നിന്ന് നമുക്ക് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തണം കേട്ടോ. അപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് നേരത്തെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനിയാണ്. നമ്മളത് ചേർത്ത് കൊടുക്കുകയാണ്, ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് പഴവും ശർക്കര പാനിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുകി വരണം. ഇനി അതാണ് അടുത്ത സ്റ്റേജ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു അരമണിക്കൂർ ടൈം എടുക്കും കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയും നന്നായി കുറുകി വരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് കുറച്ച് നട്ട്സൊക്കെ, അതായത് അണ്ടിപ്പരിപ്പ്, ബദാമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടൊക്കെ പൊടിച്ചിട്ടൊക്കെ വെക്കാം കേട്ടോ അവിടെ. അപ്പോൾ ഈ ഒരു പരുവം എത്തിയിട്ടിട്ട് കുറുകിയിട്ട് ഇനിയും നമുക്ക് കുറച്ചുകൂടി ആവണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സൊക്കെ ചേർക്കുകയാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ നട്ട്സൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് പാനിൽ നിന്ന് ഇങ്ങനെ നെയ്യ് തെളിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജിലെത്തണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് സ്റ്റേജ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, നമ്മളിതവിടെ കേക്കിൻ്റെ ഒരു മൗൾഡാണ് എടുത്തേക്കുന്നത്. അതിൽ നമ്മൾ ഫുള്ള് നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗാർണിഷിങ്ങിനായിട്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ട് നമ്മുടെ ഹൽവ അതിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കണം. ഒരു സ്പൂണിൽ കുറച്ച് നെയ്യാക്കിയിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി, ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു 3 മണിക്കൂർ റെസ്റ്റിന് വെക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഫോട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ഹൽവ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.